ദൈവനാമത്തിന് മഹത്വം. എൻ്റെ പേര് സിസ്റ്റർ റിയാമോൾ ജോസഫ്. ഞാൻ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ MBBS 4ാമത്തെ വർഷം പഠിക്കുന്ന ഒരു സിസ്റ്ററാണ്. ഞാൻ സിസ്റ്റർ ആകുന്നതിന് 6 മാസം മുമ്പ് എൻ്റെ തൈറോയ്ഡ് ഗ്രന്ഥി റിമൂവ് ചെയ്യേണ്ട വന്നു. കാരണം എനിക്ക് അവിടെ ക്യാൻസർ എന്ന രോഗമായിരുന്നു. അതിനുശേഷം 2 പ്രാവശ്യം ഞാൻ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് എടുത്തു. ഡോക്ടർ എന്നോട് പറഞ്ഞു സിസ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ക്യൂറായി. അങ്ങനെ ഞാനൊരു സിസ്റ്ററായി. അങ്ങനെ എല്ലാ വർഷവും ഒരു പ്രാവശ്യം ഞാൻ സ്കാൻ ചെയ്യാൻ വേണ്ടി പോവും. ഡോക്ടർ എൻ്റെ സ്കാൻ ചെയ്യും, നോർമലാണെങ്കിൽ തിരിച്ചു വിടും. അങ്ങനെ 2023 ഞാൻ ഒരിക്കൽ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ആൻറ്റിജൻ കൂടുതലായിരുന്നു. അത് സാധാരണ 90 വരേണ്ടത്, പക്ഷേ എനിക്കത് 560 ആ ലെവലിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു സിസ്റ്ററിന് വീണ്ടും ചിലപ്പം ആ രോഗത്തിൻ്റെ തന്നെ തുടർച്ചയായിരിക്കും. ഇനിയും ചിലപ്പം നമുക്ക് ഒന്നും കൂടെ ആ ഓപ്പറേഷൻ ചെയ്ത ഭാഗം തുറന്നിട്ട് ഒന്നും കൂടെയും അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റണം, പിന്നെ റേഡിയേഷൻ തെറാപ്പി തരണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അന്നും കൃപാസന അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കുകയും ഞാൻ പറഞ്ഞവരെല്ലാം എന്നോട് പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും സിസ്റ്ററിനൊന്നും കാണൂല, മാതാവ് കംപ്ലീറ്റ് ആയിട്ട് സിസ്റ്ററിനെ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ 2ാമത്തെ പ്രാവശ്യം വീണ്ടും ഞാൻ ചെന്ന് സ്കാൻ ചെയ്ത് നോക്കുമ്പം ആ കൂടിയിരുന്ന ഹോർമോണിൻ്റെ ലെവൽ കുറയുകയും ഡോക്ടറിനോട് പറഞ്ഞു ഇപ്പം തുടർ ചികിത്സയ്ക്ക് ആവശ്യമില്ല, സിസ്റ്ററിന് കണ്ടിന്യൂസ് ആയിട്ട് സിസ്റ്ററിൻ്റെ ക്ലാസ് കൂടാം, സിസ്റ്ററിന് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു വിട്ടു. പക്ഷേ പിന്നെയും 2024 മെയ്യിൽ ഞാൻ വീണ്ടും ഈ സെയിം ചികിത്സയ്ക്കായി വീണ്ടും ചെന്നപ്പോൾ എൻ്റെ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലിംബ് നോഡി വീണ്ടും പെറ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ക്യാൻസറാണെന്ന് വീണ്ടും കാണിച്ചു. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് തളർന്നു പോയി. കാരണം ഇതെൻ്റെ ഫൈനൽ ഇയർ ആയിരുന്നു, എനിക്ക് കുറേ പഠിക്കാനുണ്ട്. അത് കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കുറേ ദിവസങ്ങൾ ഞാൻ ഇത് ആലോചിച്ച് ചുമ്മാ ബെഡിൽ കിടന്നു. പക്ഷേ ഇത് ഞാൻ വീണ്ടും എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ അടുത്തും കുടുംബാംഗങ്ങളുടെ അടുത്തും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു ഒന്നുമില്ല, നീ മാതാവിൻ്റെ അടുത്ത് മുട്ടിപ്പായി പ്രാർത്ഥിക്കേ, അമ്മയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല, അമ്മ നിന്നെ തൊട്ട് സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ആത്മാർത്ഥമായിട്ട് അമ്മേൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായി പിന്നെ ഞാൻ പെറ്റ് സ്കാൻ ചെയ്ത് ക്യാൻസറാണെന്ന് കാണിച്ച ലിംബിനോട് FNC ചെയ്ത് കഴിഞ്ഞപ്പം ചെറിയൊരു ഇൻഫെക്ഷൻ ആയിരുന്നു ആ ലിംബിനോഡിൽ നിന്ന് വരുത്തുകയും ഡോക്ടർ പറഞ്ഞു സിസ്റ്ററിന് ക്യാൻസറിൻ്റേതായിട്ടുള്ള ഒരു സിംറ്റോം സിസ്റ്ററിൻ്റെ ബോഡി കാണിക്കുന്നില്ല, സിസ്റ്റർ കംപ്ലീറ്റ്ലി ക്യൂർ ആയിരിക്കുന്നെന്ന് പറയുകയും ചെയ്തു. എനിക്ക് അനുഗ്രഹം ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഇതുകൊണ്ടൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളിപ്പം നമ്മുടെ പാപകരമായ ജീവിതത്തിൽ നിന്നും തിരിച്ച് ദൈവത്തിനെങ്കിലേക്ക് തിരിഞ്ഞു നോക്കുന്ന. കാരണം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പഠിത്തം വരുന്ന സമയത്ത് തീർച്ചയായും എന്നും ഞാൻ ദൈവത്തിന് കൊടുത്ത ഒരു സമയം ദൈവത്തിന് കൊടുത്തില്ലായിരുന്നു. പക്ഷേ എന്ന് ഞാൻ കൃപാസന മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ, എൻ്റെ സമയത്തിൻ്റെ പരമാവധി സമയം ഞാൻ മാതാവിനുമായിട്ട് ചിലവഴിക്കാൻ തുടങ്ങിയോ, ആ സമയം മുതൽ മാതാവ് എന്നും എനിക്ക് അനുഗ്രഹങ്ങൾ മാത്രമാണ് ചെയ്തു തന്നിരിക്കുന്നത്. മടി എന്നുള്ള ഒരു ശീലം എന്നെ ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് പോയി. ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു ഇന്ന് കുർബാനയ്ക്ക് പോകണ്ട, വൈകുന്നേരം കുർബാനയ്ക്ക് പോകാൻ, രാവിലെ ഇത്തിരി നേരം കൂടെ പഠിക്കാമെന്നൊക്കെ. പക്ഷേ ആ പ്രയോറിറ്റി പഠിത്തത്തിൽ നിന്ന് മാതാവിന് കൊടുത്തു കഴിഞ്ഞപ്പം മാതാവിനെ കംപ്ലീറ്റ്ലി ഹീൽ ചെയ്തു. മാതാവിന് 1000 നന്ദി.